കാലത്ത് കറി വെക്കാൻ ഒരു ഇടിഞ്ചക്ക പറിക്കാൻ വേണ്ടി ഞാൻ ചക്കച്ചോട്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചക്കമരത്തിൽ ഒരു കുരങ്ങ് വന്നിരിക്കുന്നത്. അപ്പുറത്ത് റബ്ബർ തോട്ടം ആയതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒരെണ്ണം ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു വെച്ചാൽ എല്ലാ മരങ്ങളിലും ചാടും. അതുപോലെ നമ്മുടെ തെങ്ങിലെല്ലാം വന്നിട്ട് ഇളനീരൊക്കെ ഇഷ്ടംപോലെ ഇടും. 3-4 വെച്ചിട്ട് ഓരോ തെങ്ങ് നമുക്കിടും. അത് കാരണം ഇത്തവണ തേങ്ങയേ ഇല്ല, നമുക്ക് കറി വെക്കാനേ കിട്ടാൻ തരവില്ല. ഇല്ലെങ്കിൽ ഇഷ്ടംപോലെ ഉള്ളതാണ്. ഇവർ ഇപ്പോൾ വന്നിട്ട് ഇതുപോലെ നിറയെ ഒരു 10-30 ഒരുമിച്ച് വരും. അവർ വന്നിട്ട് ഇതുപോലെ ഇളനീരെല്ലാം ഇട്ട് കുടിക്കുക, അല്ലെങ്കിൽ തള്ളിയിടുക. അത് കാരണം നമ്മുടെ തെങ്ങിലൊന്നും തേങ്ങയില്ല. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊത്തം പറമ്പും അതുപോലെ തന്നെ തൊടിയും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പന്നി, മയിൽ, അതുപോലെ തന്നെ മുള്ളൻ പന്നി, അതുപോലെ കുരങ്ങന്മാരെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു സാധനം വെച്ചാൽ കിട്ടാറില്ല. നമ്മൾ കപ്പ വെച്ചാലൊക്കെ തട്ടും, അതുപോലെ ചേന ചേമ്പൊക്കെ തട്ടിയിട്ട് പോകും. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാറില്ല. പിന്നെ അതാ ഞാനൊരു ഇടിഞ്ചക്ക പറിക്കട്ടെ വേണ്ടി ഞാൻ ഒരു ഇടിഞ്ചക്ക പറിക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ താഴെയൊക്കെ നിറയെ പൂവും കൈതാ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഊഴച്ചക്ക ആയതുകൊണ്ട് നമ്മൾ പഴുപ്പിക്കാൻ അങ്ങനെ നിർത്താറില്ല. കാരണം ഇത് നമ്മൾ തിന്നില്ല, ആരും ഇവിടെ കഴിക്കാറില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുവിധം കറിക്ക് പാകമാകുമ്പോൾ തന്നെ നമ്മളെല്ലാം ഇട്ട് എടുക്കാറാണ് ചെയ്യല്. ഇല്ലെങ്കിൽ നമ്മൾ പഴുക്കാൻ നിർത്തി വെച്ചാൽ ഇവിടെ കുരങ്ങന്മാരിൻ്റെ ശല്യമായിരിക്കും. ആട്ടും മതിയാവും വാപ്പാക്കും മാക്കും. ഇവിടെ പിന്നെ ചാമ്പങ്ങയും അതൊക്കെ ഉള്ളത് കാരണം അതൊക്കെ വന്ന് പറിച്ച് തിന്നും. അപ്പം ഞാനിതാ ഒരു ഇടിഞ്ചൊക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് വീട്ടിൽ വെക്കട്ടെ വേണ്ടി നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് റബ്ബർ തോടിയിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാർ ഇരുന്ന് ഊഞ്ഞാലാടുന്നുണ്ട്. ഇതാ അവിടെ നിറയെ ഉണ്ട്. അവിടെ കണ്ടില്ലേ, ഞാൻ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാ കണ്ടില്ലേ, ഇവിടെ ചെറിയ കുഞ്ഞു കുട്ടികളടക്കം വന്നിട്ട് ഇതുപോലെ ഇങ്ങനെ നിറയെ വരും.